ജോസഫ് മാഷ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല താൻ സൈക്കിളിൽ പിടിച്ചു കയറ്റുന്ന ഒരു നാഷണൽ ചാമ്പ്യൻ ആയിരിക്കുമെന്ന്. ഈ ചാമ്പ്യൻ കാരണം ഈ സ്കൂളിൽ ഇങ്ങനൊരു സൈക്ലിംഗ് ക്ലബ് ഉണ്ടാകുമെന്ന്. ഇവിടെ 3 നാഷണൽസ് ഉണ്ട്. ജൂനിയറും സബ് ജൂനിയറും ആയിട്ട് 7 സ്റ്റേറ്റ്സ് ഉണ്ട്. എല്ലാം തുടങ്ങിയത് ഇതാ ഇവിടെ നിന്നാ, നമ്മുടെ സ്വന്തം ആലീസിൽ നിന്ന്. ആലീസേ വാ പ്ലീസ്. ചേച്ചി ചെല്ലി. എൻ്റെ പൊന്നു സ്വിച്ചേട്ട്, എന്തിനെത്ര ഫോർമാലിറ്റി ഒക്കെ? നമ്മുടെ സ്വന്തം ക്ലബ്ബല്ലേ. പിന്നെ ജോസഫ് മാഷിനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ മാത്രമല്ല, നമ്മളെല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് കിട്ടുന്ന ഓരോ മെഡലും ഒരിക്കലും നമ്മൾ കാരണം മാത്രം കിട്ടുന്നതല്ല. അതിൻ്റെ പുറകിൽ നമ്മുടെ പേരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും കോച്ചുമാരുടെയും എല്ലാവരുടെയും കഷ്ടപ്പാടുണ്ട്. ഇവിടെ ഇരിക്കുന്ന പേരൻസിനെ എല്ലാവരും നമുക്കറിയാം. ആർക്കും സ്വന്തമായിട്ടൊരു കാറോ ബൈക്കോ ഒന്നുമില്ല. എൻ്റെ അപ്പനുമില്ല, ഒരു ബൈക്ക് പോലും ഇല്ല. പിന്നെ അങ്ങനെ ഒരു കാശിൻ്റെ ആദ്യം ചെയ്യുക എനിക്കൊരു സൈക്കിൾ മേടിച്ച് തരുമായിരിക്കും. അപ്പോൾ എൻ്റെ ഓരോ സൈക്കിളും എൻ്റെ അപ്പൻ്റെ ഓരോ ലോണുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഓരോ മെഡലും കടം വീട്ടാനുള്ളതാ. വീട്ടുകാരോടും നാട്ടുകാരോടും ബാങ്കുകാരോടും താങ്ക് യു. ആരോ എന്തോ തിരക്കാന്നോ? ഞാൻ പോവാ, ഒന്ന് കണ്ടേച്ചിട്ട് പോവാന്ന്. എങ്ങോട്ട്? അതെന്നാന്ന് വെച്ചാലേ നമ്മുടെ ജോഷിച്ചാന്റെ പെങ്ങളുടെ പോടെ കല്യാണമാണ് ഉച്ചയ്ക്ക്. പിന്നെ കല്യാണമൊക്കെ അവിടെ നടക്കും. എൻ്റെ കൂടെ പാലുകൊണ്ട് കഴിച്ചിട്ട് പോയാൽ മതി. അതിനുള്ള സമയമൊന്നുമില്ല. സമയമൊക്കെ ഉണ്ട്. നീ വന്നേ. നീ എന്റെ സ്പീച്ച് കേട്ടായിരുന്നോ? അതാ ഞാൻ കയറാത്ത. പോടാ. റഷ്യ കിട്ടത്തില്ല. സോഫ്റ്റ് പാല്. ഹായ് അലിസ്, ഞാൻ വർദ്ധ ക്യൂ ന്യൂസിൽ നിന്ന്. നമ്മൾ കഴിഞ്ഞ നാഷണൽസിൽ മീറ്റ് ചെയ്തിരുന്നു. എനിക്കൊരു ബൈറ്റ് വേണമായിരുന്നു പ്രോജക്ട് ജനഗണമനയെ കുറിച്ച്. അയ്യോ ചേച്ചി, അപ്പ സമ്മതിക്കത്തില്ല. അധികം സമയം എടുക്കില്ല, 2 മിനിറ്റ്. അയ്യോ ഇല്ല, സോറി. നമുക്ക് വേഗം തീർക്കാം ആലിസ്. അത് ആലിസ് ചേച്ചി നോക്കണ്ട, നടക്കുകയല്ല. എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ, പോയി നോക്കാൻ തന്നെ. ബാ ചേട്ടാ, 2 ചായ. എന്തുവാടേ? വേറെ എന്ത് ചെയ്യാനാ? ഒന്ന് വേഗം വരൂ. നിനക്ക് അവിടെ സംസാരിച്ചൂടെ? ടിവിയിലൊക്കെ വരും. നിനക്ക് അറിയാലോ അപ്പനെ. മാഷിന് ഒളിമ്പിക്സ് എന്ന് വിചാരമേ ഉള്ളൂ. ആ പെങ്കൊച്ച് ഇതുവരെ ഒരു സിനിമക്ക് പോകുന്ന പോലും ഇവിടെ ആരും കണ്ടിട്ടില്ല. നിങ്ങൾ വിട്ടോ, അതാ നല്ലത്. ബെസ്റ്റ്. ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയാണ് ആലിസ് വർഗീസ്. റോഡ് സൈക്ലിംഗിൽ ഒളിമ്പിക്സ് സ്വർണത്തിനായി കഠിന പ്രയത്നത്തിലാണ് കട്ടപ്പനയുടെ ഈ അഭിമാന താരം. വാഗമണിലെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞ് ജനഗണമന എന്ന പ്രോജക്ടിന്റെ ഭാഗമായി റഷ്യയിൽ വിദഗ്ധ പരിശീലനത്തിനായി പോകാൻ ഒരുങ്ങുകയാണ് ആലിസ്. ഇതൊരു കോർപ്പറേറ്റ് സ്പോൺസേർഡ് സെൻട്രൽ പ്രോജക്റ്റ് ആണ്. ഓരോ സ്റ്റേറ്റും ഓരോ അത്ലീറ്റിനെ നോമിനേറ്റ് ചെയ്യണം. ഒളിമ്പിക്സ് വരെ റഷ്യയിൽ വെച്ച് അവർക്ക് അഡ്വാൻസ് ട്രെയിനിങ് നൽകുന്നതാണ്. 2020 ടോക്കിയോ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ ജനഗണമന കേൾപ്പിക്കണം, ഇതാണ് ലക്ഷ്യം. And as you know, കേരളത്തിൽ നിന്ന് ആലിസ് ആണ്. She is a prodigy and a promise. 14-ാം വയസ്സിൽ ദേശീയ റെക്കോർഡ് തിരുത്തി എല്ലാവരെയും ഞെട്ടിച്ച പ്രതിഭയാണ് ആലിസ്. ഇപ്പോൾ പട്യാലയിൽ ബൽജീത് സിംഗിന് കീഴിലാണ് ആലിസ് ഉന്നത പരിശീലനം നടത്തുന്നത്. സൈക്ലിംഗിന് കിട്ടിയ അംഗീകാരമായാണ് ജനഗണമനയിലേക്കുള്ള തെരഞ്ഞെടുപ്പിനെ കാണുന്നതെന്ന് കോച്ച് ക്യൂ ന്യൂസിനോട് പ്രതികരിച്ചു. തിരുവനന്തപുരത്ത് ഒരാഴ്ചത്തെ പ്രിപ്പറേഷൻ ക്യാമ്പും തുടർന്ന് വാഗമണിലെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പും കഴിഞ്ഞാണ് ആലിസ് റഷ്യയിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് ടോക്കിയോയിലേക്കും. മുൻ അത്ലറ്റിക് കോച്ചായ വർഗീസ് മാഷിന്റെ മകളാണ് ഈ 24-കാരി. സർ, ആലിസിന്റെ ഒരു ഇന്റർവ്യൂ തൽക്കാലം വിട്ടേക്കുന്നേ. ഒളിമ്പിക്സ് കഴിയട്ടെ, പിന്നല്ലേ ഇന്റർവ്യൂ ഒക്കെ. ശരി സർ. അച്ഛനും കോച്ചുമായ വർഗീസ് മാഷ് ഇതുവരെ ഒരു മാധ്യമത്തിനും ആലിസിന്റെ ഇന്റർവ്യൂ നൽകിയിട്ടില്ല. ഒളിമ്പിക് മെഡലുമായി ആലിസ് വരുന്നത് കാണാൻ ഈ വീട്ടിലേക്ക് 2020 നമുക്ക് വീണ്ടും വരാം. കട്ടപ്പനയിൽ നിന്നും മര്യാദയ്ക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്ത് ഷൈൻ ചെയ്യായിരുന്നു. ഇതാണോ ഇന്റർവ്യൂ? ഇതെങ്കിലും ആവാലോ. ഇനി നാളെ പോയ 1.5 കൊല്ലം കഴിഞ്ഞാലേ വരാൻ പോകുന്നത്. ആ വരവ് ചുമ്മാതുള്ള വരവാണ്. മെഡലും കൊണ്ടുള്ള വരവല്ലേ. അപ്പൊ ഒരു ചാനലല്ല, നീ നോക്കിക്കോ. ഒരു 50 ചാനലുണ്ടാവും നിന്റെ പുറകെ.
ഒപ്പം നാട്ടുകാരും. കേൾക്കാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഫോൺ തിരുവനന്തപുരത്ത് മേടിക്കാം അല്ലേ? ഫോണോ? മൊബൈൽ ഫോൺ. എന്നാത്തിന്? ഞാൻ റഷ്യ പോവില്ലേ? ആ, അത് ബെൽജിയത്ത് നോക്കിക്കോളും. എന്തെങ്കിലും എമർജൻസി വന്നാലോ? റഷ്യയിലല്ലേ, ഇവിടുത്തെ കാലം സേഫ്റ്റിയാ. ചോദിക്കുമ്പോൾ എന്നെ പറഞ്ഞത് എന്നാന്ന്? പ്രാർത്ഥിക്കാം. അമ്മേ, ഈ ഒളിമ്പിക്സ് കഴിയുന്നവരെ നീ ഒന്ന് ക്ഷമിക്കേ. അത് കഴിഞ്ഞ് വരുമ്പോ നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം ഉറപ്പായിട്ടും ഇവിടെ ഉണ്ടാവും. പോരെ? മഞ്ഞ കർട്ടൻ. മഞ്ഞ കർട്ടൻ. മഞ്ഞ കർട്ടൻ. മഞ്ഞ എങ്കിൽ മഞ്ഞ. മൊബൈൽ ഫോൺ എത്ര എണ്ണം വേണം? ഒരെണ്ണം മതിയേ. എന്നാ പിന്നെ കഴിക്കും. ഒരു കട വിട്ടിട്ട് സ്വന്തം പേരിൽ കട തുടങ്ങുന്നത് കേട്ടിട്ട്, ഒരു സ്കൂൾ വിട്ടിട്ടേ സ്വന്തം പേരിൽ സ്കൂൾ തുടങ്ങുന്നത് ആദ്യമായിട്ടായിരിക്കുന്നു. റോസ്ലിൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു മാഷിന്റെ ഐഡിയ ഒക്കെ സ്വന്തം സ്കൂളിൽ നടക്കുള്ളൂ. എന്നിട്ട് നടന്നല്ലോ. പിന്നല്ലേ. ഫെഡറേഷൻ എന്തായാലും ഞെട്ടിട്ടുണ്ട്. ഇനി എന്താ പറയും? ഇത്രയും കാലം ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ ഇങ്ങനെയൊന്നും തുടങ്ങാൻ പറ്റാത്തതിന് ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ടൊന്നും ആയില്ല. ഈ നാട്ടിൽ നമ്മൾ പറയുന്ന ആരെങ്കിലും ഒക്കെ കേൾക്കണമെങ്കിൽ ഒരു ഒളിമ്പിക് മെഡൽ തന്നെ വരണം. ഓ, അതൊക്കെ വരുമോ? നീ മാഷിന്റെ പിള്ളേർ കൊണ്ടുവരൂ. മാഷേ, എപ്പോഴാണേലും എന്തുണ്ടെങ്കിലും വിളിക്കണം. ഫൈറ്റ് കാണും. പിടിച്ചു ഫൈറ്റ് ചെയ്യാം. നിങ്ങളൊക്കെ ഇല്ലേ, കുറച്ച് സ്പോൺസർഷിപ്പ് പരിപാടിയൊക്കെ നോക്കണം. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ശരി മാഷ്. എവിടെയായിരുന്നു? വീട്ടിൽ പോടാ, ഒന്ന് പോയി 2 അക്ഷരം പഠിക്കും. നടന്നത് തന്നെ. ഏത് നേരം കളി കളി. വർഗീസ് അല്ലേ? അതെ, സാറെ വിളിക്കുന്നു. വാ. കേറ്, പറയാം. എന്താ? സ്റ്റേഷനിൽ ചെന്ന് സംസാരിക്കാം. ഞാനൊന്ന് നോക്കി വെച്ചാൽ. എന്നാ മാഷേ പ്രശ്നം? ആ, നോക്കട്ടെ. അപ്പോൾ എത്ര ആളായി കോച്ചിങ് തുടങ്ങിയിട്ട്? 14 വർഷമായി. ഏതായിരുന്നു ഇവന്റ്? 400 മീറ്റർ. എന്നിട്ട് കൈക്കൊരു ഇഞ്ചുറി പറ്റി. അതിനുശേഷം പിന്നെ. അപ്പൊ അന്ന് മുതൽ തന്നെ കൊച്ചുങ്ങൾക്ക് മരുന്ന് കൊടുത്ത് തുടങ്ങിയല്ലേ? മരുന്നോ? ഈ ഉത്തേജക മരുന്നേ? ഉത്തേജക മരുന്ന്? ഞാൻ കാരണം അവർക്ക് മെഡലേ കിട്ടിയിട്ടുള്ളൂ സാർ. എടാ മാഷേ, നീ കൊച്ചുങ്ങൾക്ക് ഉത്തേജക മരുന്ന് കൊടുത്തില്ലേ? പിന്നെ അല്ലാതെ ആദ്യത്തെ വർഷം തന്നെ നിന്റെ കൊച്ചുങ്ങൾ എത്ര മെഡൽ എവിടുന്ന് ഉണ്ടാക്കിയത്? അപ്പൊ ഉത്തേജക മരുന്ന് അറിയത്തില്ല. അറിയിച്ചേരാ. സ്വന്തം സ്കൂളിന്റെ വിജയത്തിന് വേണ്ടി കുട്ടികളെ കുരുതി കൊടുക്കാൻ മടിയില്ലാത്ത ഈ കായിക അധ്യാപകനോട് കേരളത്തിന് ചോദിക്കാനുള്ളത്, ഫെഡറേഷനെ തോൽപ്പിക്കാനോ ഈ ക്രൂരത? കുട്ടികളുടെ ആരോഗ്യം വെച്ച് പന്താടി ഇയാൾക്ക് എന്ത് ശിക്ഷയാണ് വിധിക്കേണ്ടത്? ഈ വിഷയം ചർച്ച ചെയ്യാനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഫെഡറേഷൻ സെക്രട്ടറി രാമശേഷൻ, പ്രമുഖ കായിക നിരീക്ഷകൻ എം സുധാകരൻ എന്നിവരോടൊപ്പം സംസ്ഥാനത്തെ പ്രമുഖ കായിക താരങ്ങളും പങ്കെടുക്കുന്നു. ഫെഡറേഷൻ ഇതിൽ യാതൊന്നും ചെയ്യാനില്ല. ഞങ്ങളുടെ നിർദ്ദേശം സർക്കാർ അംഗീകരിച്ചു കഴിഞ്ഞു. വർഗീസ് സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സർക്കാർ അടച്ചുപോകും. ഇവിടുത്തെ സ്പോർട്സിന്റെ കാര്യങ്ങൾ ഫെഡറേഷൻ നന്നായി നോക്കുന്നുണ്ട്. വേറൊരു സിസ്റ്റത്തിന്റെ ആവശ്യമില്ല അല്ലേ പ്രസിഡന്റ്? അവിടെ ചേർന്ന വിദ്യാർത്ഥികളുടെ ഭാവി ഓർത്താനും വിഷമിക്കണ്ട. ഫെഡറേഷൻ അവരെ ഏറ്റെടുക്കും. മോളെ
റോഷന്റെ അനിയൻ വിളിച്ചായിരുന്നു കേട്ടോ. കേസ് തള്ളി. ലാബ് റിപ്പോർട്ട് വെക്കാൻ വേണ്ടി കോടതി പറഞ്ഞായിരുന്നു. റിപ്പോർട്ട് വന്നപ്പോ ബ്ലഡ് സാമ്പിൾ എല്ലാം നോർമലാണ്. കണ്ടോ? അവർക്ക് അബദ്ധം പറ്റിയാന്ന് പറഞ്ഞ് തടിയൂരി. എന്തായാലും സംഭവം ഓക്കെ. വലിയ കാര്യമായിപ്പോയി. അപ്പൊ മനുഷ്യ അനുഭവിച്ചൊക്കെ നഷ്ടപരിഹാരം തരണം എല്ലാരും കൂടെ. വാടാ മക്കളെ വാ. ഓരോരുത്തന്മാരുടെ ഓരോ പരിപാടികൾ. അപ്പനെ കാണാൻ പറ്റുമോ? അതിനെന്നെ നമുക്ക് ഇപ്പൊ തന്നെ നീ അമ്മയുടെ കൂടെ നിൽക്ക്. അവര് പോയിച്ചു വരട്ടെ. നീ ഇവിടെ നിന്നാ മതി. ഓടാൻ നിൽക്കുന്നവൻ. സാറാകത്തുണ്ടോ? സാറാകത്തുണ്ട് ചെല്ലേ. കോട്ടെ സാർ. ചെന്നുമോളെ. അപ്പാ നീ എന്തിനാ വന്നേ? ഞാൻ പേടിച്ചു പോയി. എന്തിന്? എൻ്റെ ഈ സ്കൂളും പൂട്ടി പിള്ളേരെല്ലാം പോവുകയും ചെയ്തു. അപ്പോൾ ഈ കേസില്ലാതായതും എല്ലാവരും ഒന്ന് അറിയണം. വേണം, എന്തായാലും അറിയണം. ആ ന്യൂസ് ഒന്ന് കൊടുക്കുകയല്ലേ നമ്മുടെ TV-യിൽ? അല്ല, അതിപ്പം ഇലക്ഷനൊക്കെ അല്ലേ മാഷെ, അതുകൊണ്ട് അന്ന് കഴിഞ്ഞോട്ടെ. ഇപ്പം ഇതിൻ്റെ എല്ലാം ഒരു തിരക്കല്ലേ, നമുക്ക് കാണാം, ഇവിടെ കൊടുക്കാം കേട്ടോ. See, it's a nasty fight against the system. So collateral damage ഉണ്ടാകും. മനസ്സിലായില്ലേ? സർ, ഞാൻ ഈ സ്കൂൾ തുടങ്ങിയതും ജീവിക്കുന്നതും ഒക്കെ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ്. ശരിക്കും ഇനി എനിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കോടതി എന്നെ വെറുതെ വിട്ട ന്യൂസ് നന്നായിട്ടൊന്ന് കൊടുക്കണം സാർ. We gave the news. കണ്ടില്ലേ സാർ? അത് 8ാം പേജിൽ ചെറിയൊരു കോളത്തിലല്ലേ, ആര് കാണാനാ? പിന്നെ ഫ്രണ്ട് പേജിൽ കൊടുക്കാൻ പറ്റുമോ? ഫ്രണ്ട് പേജിൽ കൊടുത്തല്ലോ, പൂട്ടിച്ചത്. മീറ്റിംഗ് കൊണ്ട് കാണാം. എന്തുവായി? എല്ലാരും പോയി കണ്ടോ? പത്രവും ഫെഡറേഷൻ ഓഫീസൊക്കെ കയറി ഇറങ്ങിയത് തന്നെ മെച്ചം. അറിയുള്ളൂ. ഒരുത്തൻ്റെ സ്കൂളങ്ങ് പൂട്ടിച്ചപ്പോൾ സമാധാനായി. എവരൊന്നും ഗതി പിടിക്കത്തില്ലെന്നേ. ഞാനൊക്കെ ഇനി എന്തിനു വേണ്ടി ജീവിക്കണമെന്ന്. അതെന്നാ വർത്താനീ പറയുന്നേ? അപ്പോൾ ആലീസോ? ഈ നാട്ടുകാർക്ക് വേണ്ടി ജീവിച്ചോ മതിയെന്നേ. യവന്മാർക്ക് മെഡലുണ്ടാക്കാൻ പോയിട്ട് എന്നായി? റോസ്ലി മരിച്ചപ്പോൾ ഒരു വർത്താനം പറഞ്ഞത് ഓർമ്മയുണ്ടോ? ആലീസിൻ്റെ മുഖത്തേക്ക് നോക്കിയാൽ ജീവിക്കാനുള്ള ഉത്തരം കിട്ടുമെന്ന്. അതുപോലെ വീട്ടിലേക്ക് വന്നിട്ട് വീണ്ടും ആലീസിൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്ക്. എന്തിനാ ജീവിക്കേണ്ടതെന്ന് മനസ്സിലാവും. ഒളിപ്പിച്ചു വെച്ചോ, ഒളിപ്പിച്ച്. അപ്പനെ നമുക്ക് ഞെട്ടിക്കാം. എവിടെയായിരുന്നു? കാണിച്ചു കൊടുക്കടി. ഇതെവിടുന്നാ? നമ്മുടെ ജോസഫ് സാറില്ലേ, എന്നെ ഒരു സൈക്കിൾ റേസിന് കൊണ്ടുപോയി ചേർത്തു. എനിക്കാ ഫസ്റ്റ് അടിച്ചത്. നീ സൈക്ലിങ്ങിന് ചേർന്നല്ലേ ഉള്ളൂ. ജോസഫ് സാറാണ്, കൊള്ളാലോ. സൈക്ലിംഗ് ഇനിയും പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു സാറ്. ഇവളുടെ കഴിവ് സൈക്ലിങ്ങിലായിരിക്കും. പറയാൻ പറ്റിയല്ല. മാഷ് പറയാറുള്ള ഒളിമ്പിക് മെഡലേ കട്ടപ്പനയിലേക്ക് കൊണ്ടുവരുന്നത് ചിലപ്പോൾ ഇവളായിരിക്കും. അപ്പന്റെ കണ്ണ് അറിഞ്ഞല്ലോ അപ്പ. അതെന്താ? അപ്പം കരയാതിരിക്കാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യാം. എന്തും ചെയ്യും. എങ്കിൽ പ്രോമിസ് ചെയ്യും. അപ്പനൊരാഗ്രഹമുണ്ട്, മോള് കൂടെ നിൽക്കുമെന്ന്. പ്രോമിസ്.
സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന് വീണ്ടും ജയം. സെമി ഫൈനൽസിലോട്ട് കടന്നു. വിംബിൾഡൺ ഫൈനൽസിൽ സെറീന വില്യംസ് വീനസ് വില്യംസിനെ സ്ട്രെയിറ്റ് സെറ്റ്സിൽ തോൽപ്പിച്ചു. 6-3, 6-2. മാഷ് നമസ്കാരം മാഷെ. ആ നമസ്തേ. ഇത് സെലിൻ, മനസ്സിലായോ? ആ അതെ. ആലീസ് അകത്തുണ്ട്. ആലീസ് വേണ്ട മാഷെ, സെലീന് ചിലത് പറയാനുണ്ട്. അന്ന് വാഗമണിൽ റേസിന് തൊട്ടുമുമ്പ് അലക്സർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു റേസിൽ ആലിസ് ജയിക്കില്ലെന്ന്. പിന്നെ ഇന്ന് ഈ പത്രത്തിലെ വാർത്ത കൂടി കണ്ടപ്പോൾ എനിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ. എന്ത് വാർത്ത? പ്രോജക്റ്റ് ജനഗണമനയുടെ ഭാഗമായി കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത സൈക്ലിസ്റ്റ് ആലിസിന് പരിക്കേറ്റതിനാൽ പകരം 400 മീറ്റർ ഓട്ടക്കാരനായ ആദിശേഷനെ കേരളത്തിനെ പ്രതികരിച്ച് റഷ്യയിലേക്ക് അയക്കാൻ തീരുമാനമായി. കേരളത്തിലെ ഫെഡറേഷൻ പ്രസിഡന്റ് രാമശേഷൻ്റെ മകനാണ് 27-കാരനായ ആദിശേഷൻ. ഇതിലെന്തോ കോൺസ്പിറസി ഉണ്ട് മാഷെ. ഉണ്ടെങ്കിൽ അല്ല, മനഃപൂർവ്വം വണ്ടി വന്ന് ഇടിച്ചെന്നാണോ മാഡം പറയുന്നത്? എന്ന് ചോദിച്ചാ ചാൻസ് ഉണ്ട്. ആര്? എന്തിന്? അറിയില്ല, ആരുമാവാം. ഒരുപക്ഷെ ഫെഡറേഷൻ അല്ലെങ്കിൽ ആ കോച്ച്. അത് കണ്ടുപിടിക്കണം. എന്തിനാ? എന്തിനാന്നോ? കണ്ടുപിടിച്ചിട്ട് എന്തിനാ? ഇതാരെങ്കിലും ചെയ്യിച്ചതാണെങ്കിൽ അവരിനി ജീവനോടെ ഇരിക്കത്തില്ല. കൊല്ലാന്നാണോ? കൊല്ലണമെങ്കിൽ കൊല്ലണം. ആരെയൊക്കെ കൊല്ലും? ലോറി കടത്തി വിട്ട പോലീസുകാരനോ? അതോ കോച്ചിനെയോ? അതോ രാമശേഷനോ? അതോ ഇനിയും അയാളുടെ മകനെയോ? അവളിങ്ങനെ അകത്ത് കിടക്കുമ്പോൾ ഒരുത്തനും ഓടത്തുമില്ല, റഷ്യയിലോട്ട് പോകത്തുമില്ല. അതിനി ആരെ കൊന്നിട്ടായാലും. അതിനുള്ള ടീമുകളൊക്കെ എനിക്ക് തിരുവനന്തപുരത്ത് അറിയാം. മാഷെ, ഇത് എക്സ്പോസ് ചെയ്യണം എല്ലാത്തിനെയും. നമ്മളൊന്നിനുമില്ല, നിങ്ങളൊന്ന് പോയി തരാവോ? മാഷെ, അത് നിങ്ങളിതെന്ത് അപ്പനാണ്? ഓർമ്മ വെച്ച കാലം തൊട്ട് അവൾ ഇത് ചെയ്യരുത്, അത് ചെയ്യരുത്, അത് കഴിക്കാൻ പാടില്ല, കളിക്കാൻ പാടില്ല, എന്തു പറഞ്ഞാലും ഒരു ഒളിമ്പിക്സ്, മണ്ണാൻ കട്ട. ഇപ്പം എന്നായി? അകത്ത് കിടപ്പുണ്ടല്ലോ ഒരു മെഡല്. വേറെ ഓരോ അപ്പനുമായിരുന്നെങ്കിൽ അവൾ പഠിച്ച് നല്ല നിലയിലെത്തി ജോലിയും കിട്ടി സുഖമായിട്ടിരുന്നേനെ.
record. Varghese, this is Asian record. Just repeat this and it's Olympic gold for India. तुसी timing देखो, बेटी ने कमाल कर दिया. Why you want to go to Kerala now? Go to Russia from here. She wants to meet everyone or small Okay. village, friends. So I get it. लेकिन जल्दी वापस आना. sir, sir. This for you. You deserve it, my friend. You are a wonderful father. कितना हो गया कोच? इतने? Well done. बहुत अच्छे. എന്തിനുള്ള പുറപ്പാടാ? അവളെ ഇനിയും തോപ്പിക്കണോ മാഷെ? ഞാൻ അറിയാതെ സോറി. അത് സാരല്ല. ഒരിക്കലെങ്കിലും ജയിക്കണ്ടേ മാഷെ നമ്മളൊക്കെ? ഗുഡ് മോർണിംഗ് സാർ. സാർ അത്യാവശ്യമായിട്ടൊരു കാര്യം ഓഫീസിലേക്ക് ഒന്ന് അറിയിക്കണേ. അറിയിക്കാം തീർച്ചയായിട്ടും. അതെ, ഈ ലിസ്റ്റ് ഒന്ന് നോക്കേണ്ട കാര്യമുണ്ട്. സാറേ ഞങ്ങളുടെ ബില്ല്. അതൊക്കെ ശരിയാവൂടോ. അവൻ്റെ ഒരു ബില്ല്. എപ്പോ എത്തി ഡൽഹിന്ന്? ലാസ്റ്റ് നൈറ്റ്. വിളിക്കാത്തെന്ത്? താമസമൊക്കെ എവിടെയാണ്? ഇവിടുത്തെ DCP എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. അവളുടെ കൂടെയാണ് താമസം. ഓ, അപ്പൊ പോലീസ് പ്രൊട്ടക്ഷനിലാണ്. ഒരു പ്രോബ്ലത്തെ കുറിച്ച് പറയാനുണ്ട്. എന്ത് പറ്റും മാഡം? എന്ത് പ്രോബ്ലം ആണെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാം. തിരുവനന്തപുരം എൻ്റെ കൈവെള്ളയിലാണ് അല്ലേ ഗോന്ത? പ്രോബ്ലം എനിക്കല്ല. പിന്നെ we've received 17 complaints. ആദിശേഷനെ ജനഗണമന പ്രോജക്റ്റിലേക്ക് സെലക്ട് ചെയ്ത് ശരിയല്ല എന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ. കർണാടകയ്ക്ക് വേണ്ടി ഓടുന്നു എന്ന് പറഞ്ഞാവും. അവൻ ജനിച്ചത് ഇവിടല്ലേ, പിന്നെന്ത്? ഓ, അതൊന്നും ഒരു വിഷയമല്ല. വിഷയമാണ്. We have received a letter from our sponsors. ഒരു ജേർണലിസ്റ്റ് ഒഫീഷ്യൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. So it is an issue. State 400-meter champion ടോണി, റണ്ണർ-അപ്പ് ശരത്, ഇവർ രണ്ടുപേരുടെയും ടൈം is better than ആദി എന്നാണ് പരാതിയിൽ പറയുന്നത്. And yes, it's true. Their records are quite impressive. അതുകൊണ്ട് ഏതായാലും 2 മാസത്തിനുള്ള സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് അല്ലേ? Let ആദിശേഷൻ participate. If he wins, he will go to Russia. That is the decision. മിനിസ്റ്ററിനെ കണ്ടപ്പോൾ രാമശേഷനോട് വന്ന് പറയാൻ പറഞ്ഞു. അതാ വന്നത്. അപ്പൊ ശരി. By the way, what really happened to Alice? എൻ്റെ DCP ഫ്രണ്ട് അന്വേഷിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. If you have any information, please let her know. തിരുവനന്തപുരം കയ്യിലിരിക്കുന്ന ആളല്ലേ? അപ്പൊ ശരി. വേറെ ആരുടെയോ കളിയാ. ആരായിരിക്കും? അതിന് കൂടുതൽ ആലോചിക്കണ്ട. അത് ഈ ലിസ്റ്റിലുണ്ട്. ഇതെന്ത്? അടുത്ത മീറ്റിൽ പങ്കെടുക്കാൻ വരുന്നവരുടെ പാർട്ടിസിപ്പേഷൻ ലിസ്റ്റ് അത്. സാർ താഴോട്ട് നോക്കി. ഫെഡറേഷൻ, SSPB, GV രാജ, വർഗീസ് സ്കൂൾ ഓഫ് അത്ലറ്റിക്സ്. സെക്ഷനിൽ കൊടുത്താൽ മതി.
എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. PA ഒന്ന് കണ്ടാൽ മതിയാവും. ശരി ശരി ശരി. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് സാറിന് എന്താ ഒന്നും പറയാനില്ലാത്തത്? ഇത് എന്നെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള മൂവാണ്. തന്നെ ഇതുവരെ ആരും ടാർഗറ്റ് ചെയ്യാത്തതുപോലെ. ഇതിൽ എൻ്റെ മോൻ്റെ കരിയറും കൂടെ ഉണ്ട്. അല്ലെങ്കിൽ എനിക്കറിയാം ഇതെങ്ങനെ ഡീൽ ചെയ്യണം. പെടുമ്പോ ഞാൻ ഒറ്റയ്ക്കല്ല പെടുക. ഓ, നടന്നതുപോലെ തന്നെ. സാറേ, എടോ, തനിക്ക് എന്തിനാടോ ഇത്ര വലിയ ടെൻഷൻ? തൻ്റെ മോൻ ഓടി ജയിക്കുന്നത് തനിക്ക് ഉറപ്പല്ലേ? പിന്നെ ആ സ്കൂള് വർഗീസ് ഇപ്പോൾ ഒറ്റയ്ക്കല്ലടോ. ഒരാൾ ഇവിടെ ഒറ്റയ്ക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. താൻ ചായ കുടിക്ക്. മാഷേ, എല്ലാത്തിനെയും കൂട്ടി ഞങ്ങൾ ഇങ്ങനെ പോകുന്നു. മാഷ് ഒറ്റയ്ക്കല്ല കേട്ടോ, ഞങ്ങളെല്ലാം ഉണ്ട്. വരില്ലടാ, വന്നേ 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 എല്ലാവരും. അവിടെ കുറച്ച് പേര് അങ്ങോട്ട് പോട്ടെ. അങ്ങോട്ട് പോക്കോ. ഇങ്ങോട്ട് പോകാം കുറച്ച് പേര്. അപ്പൊ മാഷേ, കാര്യങ്ങൾ നടക്കട്ടെ. പറ പറ. അല്ല അവിടുത്തെ മണ്ണും കൂടെ ഒന്ന് മാറ്റണടാ. ലാസ്റ്റ് പെർഫോമൻസ് അതിൽ വലിയ കാര്യമില്ല, ഫോക്കസ് മാറാതിരിക്കാൻ വേണ്ടത്. ഹായ് ടോണി, ശരത്. ഞങ്ങൾ കുറച്ച് നാട്ടുകാരും പിന്നെ മാഷിൻ്റെ പഴയ സ്റ്റുഡൻസും എല്ലാം ഉണ്ട് കൂടെ. സ്റ്റേറ്റിൽ ഫസ്റ്റ് ആയിട്ടും ടോണി അല്ലല്ലോ അവർ നോമിനേറ്റ് ചെയ്തത്. ഇതായിരിക്കണം അതിനുള്ള മറുപടി. വർഗീസ് മാഷിന് വേണ്ടിയല്ലേ? ഞങ്ങൾ വരാം. ശരി, അപ്പോൾ കേട്ടോ. പിന്നെ Look at this. Your timing is not good. You have to improve, man. Mainly on the band, you know? Sir, so, focus. Excuse me, sir. അച്ഛനെന്താ ഇവിടെ? എന്ത് വന്നൂടെ? അല്ല, പ്രാക്ടീസ് ടൈമിൽ. ഇടാ പ്രോജക്റ്റ് ജനഗണമന. They had called me. That's okay. അതല്ലടാ, നാട്ടിൽ എനിക്കെതിരെ പല കളികളുണ്ട്. നീ ജയിച്ച അതെല്ലാം കൊതുങ്ങും. ഇല്ലെങ്കിൽ പക്ഷേ പലരും പലത് കുത്തിപ്പൊക്കും. അച്ഛൻ്റെ പൊളിറ്റിക്സ് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. ഞാൻ ഓടും, ഞാൻ ജയിക്കും. ഐ എം ജസ്റ്റ് ഫോക്കസിങ് ഓൺ ദാറ്റ് ടു ബി ദ ഫാസ്റ്റസ്റ്റ്. സോ പ്ലീസ് സ്പെയർ മീ. ഇവൻ ജയിക്കും, അതെനിക്ക് ഉറപ്പാണ്. Okay, position. Look straight and concentrate, okay? പക്ഷെ എൻ്റെ മൈൻഡ് മുഴുവൻ ആ സ്കൂളിലാണ്. എന്തിന്? ഒറ്റ കുട്ടി പോലും ആ സ്കൂളിൽ അഡ്മിഷൻ എടുത്തിട്ടില്ല. വർഗീസ് മാഷും പഴയ പേരൊന്നും ഇല്ലെന്നേ. അവരിനി ആരെ കൊണ്ടുവരാൻ? സർ, വർഗീസ് സ്കൂൾ ഓഫ് അത്ലറ്റിക്സ്, മിൽഖ സിംഗ് ചീഫ് കൺസൾട്ടൻറ്റ്, P. വർഗീസ് ഹെഡ് കോച്ച്.